കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ, അതിൽ കൂടുതലായും വീട്ടമ്മമാർ, പുതിയതായി ഒരു അടുക്കളത്തോട്ടം ഒരുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം പച്ചക്കറി ചെടികളാണ് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോ പുതിയതായി ഒരു അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് സഹായകമാകുന്ന ചില കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികൾ വിഷമടിക്കാതെ ജൈവ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും നട്ടു വളർത്താൻ കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ആദ്യം വേണ്ടത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു മണിക്കൂർ നേരമെങ്കിലും അതിനു വേണ്ടി സമയം കണ്ടെത്തുകയും വേണം. അപ്പോൾ ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, ഏത് കൃഷിക്കും മണ്ണ് തയ്യാറാക്കൽ നിർബന്ധമാണ്. കാരണം നമ്മുടെ മണ്ണിൽ പുളിരസം കൂടുതലാണ് എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അത് കളയാനായിട്ട് കുമ്മായമിട്ട് മണ്ണ് വെയിൽ കൊള്ളിക്കുക തന്നെ വേണം. ഒരു ഗ്രോ ബാഗിലേക്ക് 1 സ്പൂൺ കുമ്മായം എന്ന അളവിൽ നാം തയ്യാറാക്കണം. കുമ്മായമിട്ട് വെയിൽ കൊള്ളിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അതിന് തൈകൾ നടാവുന്നതാണ്. അങ്ങനെ മണ്ണ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃഷി തുടങ്ങാം. ആദ്യമായി ചെയ്യുന്നത് ചീര കൃഷി ആയിക്കോട്ടെ. ചീരയുടെ വിത്ത് വിതറിയതിന് ശേഷം അതിന് മുകളിലായി നേരിയ തോതിൽ ചകിരിച്ചോറോ മണലോ അതുമല്ലെങ്കിൽ മണ്ണ് തന്നെയായാലും മതി, വിത്തിന് മുകളിലായി വിതറി കൊടുക്കണം. അതുപോലെ ചീര വിത്തുകൾ പാകുമ്പോൾ കൂട്ടം കൂട്ടമായി ഒരിടത്ത് തന്നെ വീഴാതിരിക്കാൻ വേണ്ടി വിത്തിൻ്റെ കൂടെ ശകലം മണൽ കൂടി ചേർത്ത് വിത്തുകൾ വിതറിയാൽ കൂട്ടം കൂട്ടമായി കിടക്കാതെ എല്ലായിടത്തേക്കും എത്തും. വിത്തുകൾ പാകിക്കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഗ്രോ ബാഗിന് ചുറ്റും അല്ലെങ്കിൽ വിത്ത് പാകിയത് എവിടെയാണോ അതിന് ചുറ്റും മഞ്ഞൾപ്പൊടി വിതറി കൊടുത്താൽ അത് മറികടന്ന് ഉറുമ്പുകൾ വരില്ല. ചീരയിൽ പല ഇനങ്ങളുണ്ട്. അരുണയും കണ്ണാറയും ചുവപ്പ് ചീര ഇനത്തിൽപ്പെട്ടവയാണ്. എന്നാൽ മോഹിനി ആവട്ടെ പച്ച ചീര ഇനമാണ്. അങ്ങനെ ഒരുപാട് ഇനങ്ങൾ ചീരയിൽ തന്നെയുണ്ട്. ചീര വർഷം മുഴുവനും കൃഷി ചെയ്യാമെങ്കിലും ശക്തമായ മഴക്കാലത്ത് ചീര കൃഷി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരാഴ്ച മുമ്പ് പാകിയ ചീര മുളച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീര മുളച്ച് 4 ഇല പ്രായമായാൽ വേണമെങ്കിൽ തൈകൾ മാറ്റി നടാവുന്നതാണ്. അങ്ങനെ തന്നെ വളർന്നാലും കുഴപ്പമില്ല. ചീരക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച സ്ലറിയാണ്. അതുപോലെ തന്നെ ചാണകപ്പൊടിയും. ഈ 2 വളമാണ് ചീര കൃഷിക്ക് പ്രധാനമായി നമ്മൾ നൽകേണ്ടത്. ഇനി അടുക്കളത്തോട്ടത്തിൽ രണ്ടാമതായി നടേണ്ടത് നമുക്ക് എന്നും ആവശ്യമുള്ള പച്ചമുളക് ചെടികളാണ്. മുളകിൻ്റെ വിത്തുകൾ പാകിയോ തൈകൾ നട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. തൈകൾ വാങ്ങിക്കുകയാണെങ്കിൽ 1 മാസം നഴ്സറികളിൽ വളർത്തിയ തൈകളാണ് നമുക്ക് ലഭിക്കുക. അതായിരിക്കും കുറെ കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇനി ഇതൊന്നുമല്ലാതെ നമ്മൾ കടയിൽ നിന്നും വീട്ടാവശ്യത്തിന് വാങ്ങിക്കുന്ന ഉണക്കമുളകിൽ നിന്നും ഒരെണ്ണം എടുത്ത് കീറി അതിലെ വിത്തുകളെല്ലാം നാം തയ്യാറാക്കി വെച്ച മണ്ണിലേക്ക് പാകി കൊടുത്താലും മതി. വിത്തുകൾ നടുകയാണെങ്കിൽ വിത്തുകൾ വിതറിയ ശേഷം ഒരു പിടി ചകിരിച്ചോറോ അതല്ലെങ്കിൽ ചെറിയ ഒരളവിൽ മണലോ മുകളിലായി തൂകി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ വിത്തുകൾ തെറിച്ചു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തണലുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വിത്തുകൾ കിളിർത്ത് വരുന്നത് കാണാം. വിത്തുകൾ മുളച്ച് ഏകദേശം ഈ വളർച്ച എത്തിയാൽ നമുക്കിത് മാറ്റി നട്ടു കൊടുക്കണം. നല്ല കരുത്തുള്ള തൈകൾ നോക്കി വേരൊന്നും പൊട്ടിപ്പോവാതെ നല്ലവണ്ണം താഴ്ത്തിയിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. 2 ഇല കൂടി വളർന്നു കഴിഞ്ഞാൽ മുളക് ചെടിയുടെ കൂമ്പ് ഒന്ന് നുള്ളിക്കളയണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഓരോ ഇലകളുടെ ഇടയിൽ നിന്നും പുതിയ പുതിയ ശിഖരങ്ങൾ വരികയുള്ളൂ. അങ്ങനെ പുതിയതായി വരുന്ന ശിഖരങ്ങളിലാണ് നല്ല പോലെ മുളക് ഉണ്ടാവുക. മുളക് കൃഷിയുടെ നല്ല ഇനം വിത്തുകളാണ് നല്ല എരിവുള്ള ഉജ്ജ്വല, അതുപോലെ എരിവ് കുറവുള്ള അനുഗ്രഹയും, അതുപോലെ വെള്ളക്കാന്താരി, പച്ചക്കാന്താരി തുടങ്ങിയവയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഇനങ്ങളാണ്. മുളക് ചെടി നല്ല ശ്രദ്ധയോടെ വളർത്തേണ്ടുന്ന ഒന്നാണ്. കാരണം വെള്ളീച്ച, കുരുടിപ്പ് എന്നിവയുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. കീടങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാനായി എല്ലാ ആഴ്ചയിലും വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് ലായനി ചെടികളിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രോഗം വരാനായി കാത്തു നിൽക്കാതെ ചെറുപ്പം മുതലേ ഈ കീടനാശിനി തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് മുളകിന് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ പച്ചക്കറി ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായി അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് വഴുതന. ഇവിടെ കാണുന്ന തൈകളെല്ലാം വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്തതാണ്. ഇവയെല്ലാം മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട്. വേരുകളൊന്നും പൊട്ടിപ്പോവാതെ നിലത്തോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെയായി നടാവുന്നതാണ്.
ഞാൻ മണ്ണ് നല്ല പോലെ കിളച്ച് മറിച്ച് കട്ടയും കല്ലും കളഞ്ഞതിന് ശേഷം കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിലാണ് തൈകൾ നടുന്നത്. തൈകൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ശകലം എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് നേർപ്പിച്ചെടുത്ത ജൈവ സ്ലറി വഴുതിനക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളർന്നു വരും. വഴുതിനക്ക് ആഴ്ച തോറും ഏതെങ്കിലും ജൈവവളം മാറി മാറി നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്തതായി എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെണ്ട. ഞാനിവിടെ വിത്തുകൾ പാകുന്നതോടൊപ്പം തന്നെ മുമ്പ് മുളപ്പിച്ച് വെച്ച തൈകളും ഇവിടെ ഇരിപ്പുണ്ട്. അതും മാറ്റി നടുന്നുണ്ട്. വിത്തുകൾ മുളച്ച് ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ മാറ്റി നടാവുന്നതാണ്. വേരൊന്നും പൊട്ടിപ്പോവാതെ പറിച്ചെടുത്തിട്ട് നല്ലവണ്ണം താഴ്ത്തിയിട്ട് വേണം തൈകൾ നടാനായിട്ട്. തൈകൾ വളർന്ന് 2 ഇല കൂടി വളർന്നു കഴിഞ്ഞാൽ തൈകൾ എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തണം. അങ്ങനെ പ്രൂൺ ചെയ്താൽ മാത്രമേ നല്ല കരുത്തുള്ള പുതിയ ശാഖകൾ വരികയുള്ളൂ. വെണ്ടയുടെ വിത്തുകളാണ് നമ്മൾ നടാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു 6 മണിക്കൂർ നേരമെങ്കിലും വിത്തുകൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് അതിനുശേഷം വിത്തുകൾ പാകിയാൽ പെട്ടെന്ന് മുളച്ചു വരും. 4 ഇല പ്രായമായാൽ തൈകൾ മാറ്റി നടാവുന്നതാണ്. ഞാനിവിടെ വിത്തുകൾ പാകിയത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ്. വെണ്ട ഇനത്തിൽ പച്ച നിറത്തിൽ നീളത്തിലുള്ളത് സൽകീർത്തി, അർക്ക, അനാമിക എന്നിവയാണ്. അതുപോലെ അരുണ ചുവപ്പ് നിറമുള്ളതാണ്. ഇവയിൽ നിന്നൊക്കെ വലിയ പരിചരണമൊന്നുമില്ലാതെ നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ്. വെണ്ടയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളാണ് ഇലചുരുട്ടി പുഴുക്കൾ. ഇലചുരുട്ടി കൂട് കൂട്ടി അതിൽ മുട്ടയിട്ട് ഒരുപാട് മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കൾ കൃഷി ആകെ വ്യാപിക്കും. ആഴ്ചതോറും വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം ഇലചുരുട്ടി പുഴുക്കളെ കണ്ട ഉടനെ അതിനെ നശിപ്പിച്ച് കളയുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി അടുക്കളത്തോട്ടത്തിൽ ഈസിയായി വളർത്താൻ പറ്റിയ മറ്റൊരു പച്ചക്കറിയാണ് തക്കാളി. തക്കാളിയുടെ വിത്തുകൾ പാകിയോ തൈകൾ വാങ്ങിയോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇനി വിത്തുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പാചകത്തിനായി വാങ്ങിക്കുന്ന തക്കാളിയിൽ നിന്നും നല്ല പോലെ പഴുത്ത ഒരെണ്ണം എടുത്ത് അതിൻ്റെ അരികൾ പാകിയും തക്കാളി കൃഷി ചെയ്യാവുന്നതാണ്. തക്കാളി മാറ്റി നടുമ്പോൾ നല്ല പോലെ താഴ്ത്തി നടാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നല്ല കരുത്തായി തൈകൾ വളരുകയുള്ളൂ. വിത്തുകളാണ് പാകിയതെങ്കിൽ സ്വല്പം ചകിരിച്ചോറ് വിത്തിൻ്റെ മുകളിൽ വിതറി നനച്ചു കൊടുക്കണം. തക്കാളി കൃഷിക്ക് എപ്പോഴും താങ്ങ് കൊടുക്കൽ അത്യാവശ്യമാണ്. തക്കാളിയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം, വേര് ചീയൽ, വാട്ടരോഗം എന്നിവ വരാതിരിക്കാനായിട്ട് ആഴ്ചതോറും സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തക്കാളി ഇനത്തിൽ അനക, ശക്തി, മുക്തി എന്നിവയൊക്കെ നല്ല പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ്. അടുത്തതായി നമുക്ക് പയർ നടാം. പയർ വിത്തുകൾ പാകി മുളപ്പിച്ച് ഈ ഒരു പ്രായമാകുമ്പോൾ മാറ്റി നടാവുന്നതാണ്. പയർ വിത്തുകളും വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം പാകിയാൽ പെട്ടെന്ന് മുളച്ചു വരും. ഞാനിവിടെ മുളപ്പിച്ചെടുത്ത തൈകളാണ് മാറ്റി നടുന്നത്. തയ്യാറാക്കിയ മണ്ണിൻ്റെ കൂടെ പോട്ടി മിക്സും ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്ത് അതിലേക്കാണ് തൈകൾ നട്ടു കൊടുക്കുന്നത്. പയർച്ചെടി വളർന്ന് വള്ളി വീശി മുകളിലോട്ട് കയറി തുടങ്ങിയാൽ പന്തലൊരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജൈവവളം നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും കടഭാഗത്തെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. പയർ വിത്തുകളിൽ കനകമണിയും ഭാഗ്യലക്ഷ്മിയും കുറ്റിപ്പയർ ഇനത്തിൽപ്പെട്ടതാണ്. ലോല, ശാരിക, വൈജയന്തി എന്നിവ വള്ളിപ്പയർ ഇനത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വർഷം മുഴുവനും കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനമാണ് അനശ്വര. പയർ കൃഷിയെ നശിപ്പിക്കുന്ന പ്രധാന കീടം മുഞ്ഞയാണ്. വള്ളികളിലും പൂവിലുമൊക്കെ കടുകുമണി പോലെ പറ്റിപ്പിടിച്ച് ചെടി വളർച്ചയില്ലാതെ നശിപ്പിച്ചു കളയും. മുഞ്ഞയുടെ ഉപദ്രവം കണ്ട ഉടനെ തന്നെ ബിവേറിയ 2.5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുഞ്ഞയുടെ ഉപദ്രവം മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ അടുക്കളത്തോട്ടം ഒരുക്കാൻ തയ്യാറുള്ള തുടക്കക്കാർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ അത്യാവശ്യം പച്ചക്കറി ഇനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അങ്ങനെ തുടങ്ങി ക്രമേണ എല്ലാം നട്ടു വളർത്തുന്നത് ഹോബിയായി മാറുമെന്നത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തി കൃഷിയിലേക്ക് കുറച്ച് സമയം മാറ്റിവെച്ചാൽ വിഷമയമില്ലാത്ത നിത്യം ഉപയോഗിക്കാവുന്ന പച്ചക്കറികളെങ്കിലും നമുക്ക് നമ്മുടെ അടുക്കള മുറ്റത്തു നിന്ന് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.